ദന്തപ്പാലയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദന്തപ്പാലയെക്കുറിച്ച് ഒന്നും അറിയാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ദന്തപ്പാല നമ്മുടെ തലയിലെ താരന്, മുടി കൊഴിച്ചിൽ, സോറിയാസിസ്, അകാലനര ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ. ദന്തപ്പാലയുടെ ഇല അരച്ചുണ്ടാക്കിയതാണ് ഈ ഒരു ഗ്രീൻ കളർ സോപ്പ്. അതുപോലെ ദന്തപ്പാലയുടെ ഓയിൽ വെച്ചുണ്ടാക്കിയ സോപ്പാണ് വയലറ്റ് സോപ്പ്. ബ്ലാക്ക് സോപ്പ് നമ്മൾ നെല്ലിക്ക ഉണക്കി പൊടിച്ച് ഉണ്ടാക്കിയ സോപ്പാണ്. നെല്ലിക്ക സോപ്പ് നമ്മുടെ തൊലി നല്ല സ്മൂത്താക്കാനും നല്ല കളറ് വരാനൊക്കെ പറ്റുന്ന സോപ്പാണ് കേട്ടോ. ദന്തപ്പാലയുടെ സോപ്പ് അത് മെഡിസിനാണ്. നമുക്ക് ചൊറി, ചിരങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകും. അതുപോലെ തലയിൽ താരനൊക്കെ കളയാനുള്ളതാണ്. ദന്തപ്പാലയുടെ എണ്ണയും നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ സോപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ സോപ്പാണ്. നമ്മുടെ വീട്ടിൽ ദന്തപാല മരം ഉള്ളത് കൊണ്ട് നമുക്കതിൻ്റെ എണ്ണയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സോപ്പുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിൽ നമ്മൾ അയച്ചു തരുന്നതാണ്. നമ്മൾ DTDC കൊറിയർ സർവീസ് വഴിയാണ് സോപ്പും എണ്ണയൊക്കെ അയച്ചു തരുന്നത് കേട്ടോ. ദന്തപ്പാല ഓയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട രീതി, സോറിയാസിസിന് നമ്മൾ അത് കാലിലോ കയ്യിലോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് പുരട്ടി അത് നമുക്ക് ഉണങ്ങുന്നത് വരെ അങ്ങനെ ഇടാം. കഴുകി കളയേണ്ട ആവശ്യമില്ല. താരന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തൊട്ട് എല്ലാ ഭാഗത്തും പുരട്ടിയെടുക്കണം. ഈ ഒരു എണ്ണ നമ്മൾ തലയിൽ പൊത്തി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ഭാഗത്തും പുരട്ടി കൊടുക്കുക. ശേഷം നമുക്ക് ദന്തപ്പാല സോപ്പ് ഉപയോഗിച്ച് കഴുകി കളയുകയോ അല്ലെങ്കിൽ പയറുപൊടി ഉപയോഗിച്ച് കഴുകി കളയുകയോ ചെയ്യാം കേട്ടോ. ദന്തപ്പാല ഓയിലും അതുപോലെ 3 സോപ്പും കൂടെ മൊത്തത്തിൽ വാങ്ങുന്നവർക്ക് നമ്മൾ ചെറിയൊരു ഓഫറും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ ഈ ഒരു നമ്പറിൽ വേഗം മെസ്സേജ് അയയ്ക്കുക.